ഹേ ബ്രാൻഡ്സ്, നമുക്കിന്ന് ലോട്ടറി അടിച്ചൊരു ദിവസമായിരുന്നു. ജിമ്മിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ തിരുവഞ്ചിക്കുളത്ത് ആറാട്ട് സദ്യ നടക്കുന്ന ഒരു വിവരം അറിഞ്ഞു. നേരെ അങ്ങോട്ടാണ് വെച്ചു പിടിക്കുന്നത്. ഈ ആറാട്ട് സദ്യ എന്താണെന്നോ ഏതാണെന്നോ അമ്പലം ഏതാണെന്നോ എവിടെയാണെന്നോ ഒരു വിവരമില്ലാത്ത രണ്ട് വിവരദോഷികളാണ് അമ്പലത്തിലേക്ക് ആദ്യം പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായില്ല. ഏതോ മണ്ഡപത്തിലാണ് സദ്യ നടക്കുന്നതെന്ന് മാത്രം ആരോ പറഞ്ഞു. അങ്ങനെ മണ്ഡപം നോക്കിയുള്ള പോക്കാണ്. വഴി കണ്ട ആനപ്പിണ്ടത്തിനെ വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ ശ്രേയ ബാക്കിലിരുന്ന് വീഡിയോ എടുക്കും. ചെന്ന് വണ്ടി വെക്കാനായിട്ട് നോക്കണ നേരത്താണ് കൂടെ വന്ന 4 പേരെ കാണുന്നുണ്ടായില്ല. പിന്നെ അവരെ നോക്കിയുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് കൂടെ വന്ന 4 പേര് മിസ്സിങ് ആണെന്ന് നമ്മൾ ഓർത്തത്. തിരിച്ച് അവരെ അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് നമ്മളവരെ കണ്ടെത്തി ഗൈസ്. പിന്നീട് നടന്ന തിന്നാൻ പോണേന് ഗൈസ്. ഓടി വന്നേന് ഗൈസ്. അതെ, ഇതൊക്കെ അന്നദാനത്തിന് ക്യൂലി പാലടക്കം പാലട എന്തെന്നാണുള്ളത്? പരിപ്പിനും പാലടക്കം വേണ്ടി കാത്തിരിക്കുന്ന 2 പേർ. അയ്യോ വാതിലടക്കല്ലേ ഏട്ടാ, ഞങ്ങളെ കൂടെ കയറ്റിയിട്ടടക്കും പ്ലീസ്. ക്യൂ നിന്ന് എങ്ങനെയൊക്കെയോ ഹാളിലെത്തിപ്പെട്ടു. പപ്പടം, പഴം, പായസം, പിന്നെ പരിപ്പ്, പപ്പടം, ഉപ്പേരി, അരിയും പഴയും പായസവും ഓണസദ്യ കഴിച്ചിടാം എല്ലാം ഉണ്ടായിരുന്നു. ചോറും കറികളൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പരിപ്പ് പായസം വന്നു, പാലട വന്നു. രണ്ടാമതൊരു ഉളുപ്പില്ലാതെ ചോദിച്ച് ആ ചേട്ടൻ തന്നില്ല. അങ്ങനെ സദ്യ കഴിഞ്ഞ് നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ ഗ്ലാസ് നമ്മൾ തന്നെ കഴുകി വെച്ചു. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് 500 കാലറീസ് ബേൺ ചെയ്ത ഞാൻ തിരിച്ച് 1000 കാലറീസ് കയറ്റിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പോണ വഴിക്ക് ആനനെ കണ്ടു, ലക്ഷ്മിക്കുട്ടിനെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരംഗം. PSCക്ക് വലിയ ഭാഗ്യമൊന്നും നടക്കാനുള്ള ജോലിയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാനുള്ള സെറ്റപ്പിലാണ് ഇവര്. അതെ, ഫസ്റ്റ് പ്രൈസ് ഉറപ്പാണ്. ചെലവില്ലേ നീ? അത് കിട്ടിക്കഴിയുമ്പോ ഇന്നല്ലേ നമുക്ക് നാളെ ഭാഗ്യം പരീക്ഷിക്കാം. 3:30 ഓടി എനിക്ക് തന്നെ എന്തായാലും കിട്ടിയിരിക്കും. ഒന്നും ഫുൾ കോൺഫിഡൻസ്. 50 ലക്ഷം അല്ലേ? എത്ര? 50 ലക്ഷം. 1 കോടി. അപ്പൊ 1 കോടി എനിക്ക് തന്നെ. എന്താ ഡൗട്ട്? ഫുൾ കോൺഫിഡൻസിൽ 75-84 ടിക്കറ്റ് എടുത്ത എനിക്ക് UP അടയ്ക്കാൻ പറ്റുണ്ടായില്ല. അപ്പോൾ ഒന്ന് പേടിച്ച് തേങ്ങ ആകെ ഉണ്ടായിരുന്ന 50 രൂപയും പോണില്ല. ഈശ്വര. കൂടെ വന്ന ദുർഗ എൻ്റെ അപ്പുറത്തുള്ള നമ്പർ തന്നെ സെലക്ട് ചെയ്ത്. അവളെ ഞാൻ കളിയാക്കുകയും ചെയ്ത്. അശ്ശേ, ലാസ്റ്റ് 3 നമ്പറാണ്. അലമ്പായിരിക്കും. എൻ്റെയാണ് കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ ആദ്യം കണ്ട ഇവളുടെ കൊലച്ചിരി. അതെന്തിനാണെന്നറിയോ? ആ ലോട്ടറി എടുത്ത് അടിച്ച് നോക്കുകയാണ്. ഇവളുടെ ലോട്ടറി നമ്പറിനെ ഒരുപാട് പുച്ഛിച്ചു ഞാൻ. പക്ഷേ കിട്ടിയില്ല. പോട്ടെ ഗൈസ്, സാരില്ല. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവില്ലല്ലോ.